പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ നാടിനടുത്തുള്ള വലിയൊരു ടൗണിലെ ഒരു സൂപ്പർ മാർക്കറ്റ് ഈ അടുത്ത് ഉദ്ഘാടനം കഴിഞ്ഞ വളരെ വിശാലമായ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് ഞാൻ പോയി. അവിടെ കണ്ട ഒരു കാഴ്ച നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാം എന്ന് തോന്നി. അഥവാ ഒരുപാട് കോടിക്കണക്കിന് രൂപ ചെലവാക്കിക്കൊണ്ട് നിർമ്മിച്ച ഒരു കച്ചവട സ്ഥാപനമാണ്, ഒരു ബിസിനസ്സാണ്, സൂപ്പർ മാർക്കറ്റാണ്. പക്ഷേ നമ്മൾ പുരുഷന്മാർ അല്ലെങ്കിൽ അത്തരം വലിയ സൂപ്പർ മാർക്കറ്റുകളിലേക്കൊക്കെ നമ്മൾ പോകുന്നത് ഒരു 100-200 രൂപയുടെ സാധനം വാങ്ങാനൊന്നും ആരും അത്തരം വലിയ സൂപ്പർ മാർക്കറ്റിലേക്ക് പോകില്ല. ഒരു കുടുംബത്തിലേക്ക് വേണ്ട 1-2 ആഴ്ചക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഫ്രൂട്ട്സുകൾ, അങ്ങനെയുള്ള നിത്യോപയോഗ സാധനങ്ങളൊക്കെ വാങ്ങുന്നതിന് വേണ്ടിയിട്ട്, അത് 1-2 ആഴ്ചകൾ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടായിരിക്കും ഇത്തരം സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഫാമിലിയിലെ 10, 15, 15,000, 10,000 രൂപയോളം സാധനങ്ങൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യും. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഈ സൂപ്പർ മാർക്കറ്റിനകത്തേക്ക് കയറിയ കുടുംബം പർച്ചേസ് ചെയ്യാൻ ചുരുങ്ങിയത് 2-3 മണിക്കൂറെങ്കിലും എടുക്കും. ഓരോ സാധനങ്ങൾ നോക്കി, അതിൻ്റെ വില നോക്കി, അങ്ങനെ പർച്ചേസ് കളക്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്ക് 2-3 മണിക്കൂർ എടുക്കും. മിക്കവാറും ഇത്തരം സൂപ്പർ മാർക്കറ്റുകളിലേക്ക് പോകുന്നത് വീട്ടിലുള്ള എല്ലാവരും കൂടെ ആയിരിക്കും. അപ്പോൾ ഭാര്യ ഉണ്ടാവും, ഭർത്താവ് ഉണ്ടാവും, ചെറിയ മക്കളുണ്ടാവും. അപ്പോൾ ഷോപ്പിങ്ങും കാര്യങ്ങളും അല്ലെങ്കിൽ പർച്ചേസും കാര്യങ്ങളൊക്കെ മിക്കവാറും സ്ത്രീകൾ ആ ഭാഗത്തേക്കാണ് പോയി കഴിഞ്ഞാൽ കുട്ടികളെ പിടിക്കാനും കുട്ടികളെ നോക്കുന്നതൊക്കെ ഭർത്താക്കന്മാർ അല്ലെങ്കിൽ ആണുങ്ങളായിരിക്കും. ഈ വന്ന ആളുകൾക്ക് ഒന്ന് ഇരിക്കാൻ പോലുമുള്ള സൗകര്യം അവിടെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇത്രയും സമയം 2-3 മണിക്കൂറോളം വരുന്ന കസ്റ്റമറിന് കുട്ടികളെ എടുക്കുന്ന ആളുകളുണ്ടാകും, ചെറിയ മക്കളുള്ളവരുണ്ടാകും, മുലകുടിക്കുന്ന കുട്ടികളുണ്ടാകും, അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതൽ സമയം നിൽക്കാൻ കഴിയാത്ത കസ്റ്റമർ ഉണ്ടാവും. ഇത്തരം ആളുകൾക്കൊന്നും ഇരിക്കാനുള്ള ഒരു മാനുഷിക പരിഗണന പോലും ഇവിടുത്തെ കച്ചവട സ്ഥാപനങ്ങൾ ചെയ്യുന്നില്ല. അപ്പോൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞതൊക്കെ ഒരു ബിസിനസ് ട്രിക്കാണ്. അത്ര ഒരു ബിസിനസ് മൈൻഡാണ്. അഥവാ അവിടെ അങ്ങനെ ഇരിക്കാനുള്ള, അതിനുള്ളിൽ ഇരിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്താൽ വരുന്ന കസ്റ്റമർ അവിടെ ഇരിക്കും, അവർ പിന്നെ ഫോൺ എടുക്കും അല്ലെങ്കിൽ അവിടെ നിന്ന് സംസാരിക്കും. അപ്പോൾ കച്ചവടത്തിന് അതൊരു പുരോഗതി ഉണ്ടാവില്ല. അവരല്ലെങ്കിൽ അവർ ഷോപ്പിംഗ് ചെയ്യുന്നതിൽ അവരുടെ ശ്രദ്ധ മാറും. ഇന്നൊക്കെയുള്ള ഒരുപാട് ന്യായങ്ങൾ. ചിലർ പറയുന്നത് അത് അവിടെ ജോലി ചെയ്യുന്ന സ്റ്റാഫുകൾ തന്നെ ഒരു പക്ഷേ അവിടെ ഇരിക്കാൻ സാധ്യത ഉണ്ടെന്നാണ്. ഇതൊന്നും ഒരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം കസ്റ്റമർ എന്ന് പറയുന്നത് തന്നെ കസ്റ്റമർ ഈസ് ദ കിങ് എന്നാണ്. കസ്റ്റമറാണ് രാജാവ്. ഈ വരുന്ന കസ്റ്റമറുടെ കൂട്ടത്തിൽ എല്ലാവരും ഒറ്റത്തടിയുമായിട്ട് അതിനുള്ളിലേക്ക് കയറി വരുന്നവരുണ്ടാകും, അല്ലാത്തവരുണ്ടാവും, ഫാമിലിയായിട്ട് വരുന്നവരുണ്ടാകും, ചെറിയ മക്കളുള്ളവരുണ്ടാകും. ഇത്തരം ആളുകളെയൊന്നും ഇവർ പരിഗണിക്കണ്ടേ? ഈ ആളുകൾക്ക്, ചെറിയ മക്കൾക്കൊന്ന് ഇരിക്കാൻ, ആ ചെറിയ മക്കളെ എടുത്തുകൊണ്ട് നിൽക്കുന്ന ആളുകൾക്കൊന്ന് ഇരിക്കാനുള്ള സൗകര്യം, അതൊക്കെ ഒരു മാനുഷിക പരിഗണനയല്ലേ? ഇനി അഥവാ ഇവർ ഈ പറയുന്നത് പോലെ അവിടുത്തെ സ്റ്റാഫുകൾക്ക് അവിടെ കയറി ഇരിക്കും, അവർ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ അതിന് CCTV ക്യാമറകളുണ്ട്, അത് പരിശോധിക്കാം അവിടെ ജോലി ചെയ്യുന്ന ഏതെങ്കിലും സ്റ്റാഫുകൾ ഇരിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത്. ഇനി സ്റ്റാഫുകളിൽപ്പെട്ട ആരെങ്കിലും ഇരിക്കുന്നു എന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ 1-2 സ്റ്റാഫുകൾ അതും വെക്കാം. അപ്പോൾ ഇവർക്കിതൊന്നുമല്ല. ഇതിൻ്റെ പിന്നിലുള്ള ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് വരുന്ന കസ്റ്റമേഴ്സിനെ പരമാവധി പിഴിയുക എന്നത് മാത്രമാണ്. എല്ലാവരും ബിസിനസ്സുകാർക്ക് നല്ല മോട്ടിവേഷനും ബിസിനസ് മെച്ചപ്പെടുത്താനൊക്കെ ക്ലാസ്സുകളും മോട്ടിവേഷനൊക്കെ ഉണ്ട്. പക്ഷേ കസ്റ്റമർക്ക് ഒരു മോട്ടിവേഷൻ ആരും ഇവിടെ കൊടുക്കാനില്ല. ഞാൻ പറയുകയാണ്, ഇത്തരം സ്ഥാപനങ്ങളിലൊക്കെ വെറും ആളുകളെ പിഴിയുക എന്നൊരു ലക്ഷ്യം മാത്രമാണ്. വരുന്ന കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്നുള്ള പോക്കറ്റിലുള്ള പണം മുഴുവൻ പിഴുതെടുക്കുക എന്നുള്ളൊരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഒരു മാനുഷിക പരിഗണന പോലും കൊടുക്കുന്നില്ല. ഇരിക്കാനുള്ള ഏറ്റവും മിനിമം ഇരിക്കാനുള്ള ഒരു സൗകര്യം പോലും ചെയ്തു കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ പലരും പറയും ഈ ഗൾഫ് നാടുകളിലൊക്കെ എങ്ങനെയാണെന്നൊക്കെ. ഗൾഫിനെ ഒരിക്കലും നമ്മുടെ നാട്ടിലെ ഇത്തരം സ്ഥാപനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുന്നത് ശരിയല്ല. കാരണം ഗൾഫിൽ അതിന് മാത്രം അധ്വാനിച്ച് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകൾക്ക് ഇവർ അതിന് വേണ്ട ശമ്പളവും കൊടുക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ ശമ്പളവും അവിടുത്തെ ശമ്പളവും ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് മുടന്തൻ ന്യായങ്ങളൊക്കെ ഇതിൻ്റെ പിന്നിൽ പറയുന്നുണ്ടെങ്കിലും ഞാൻ മനസ്സിലാക്കിയിടത്തോളം പരമാവധി കസ്റ്റമർ അവിടെ നിന്ന് അടങ്ങാറാക്കിയിട്ട് അവിടെ നിന്ന് പിഴിഞ്ഞ്
കയ്യിലുള്ളത് മുഴുവൻ പിഴുതെടുത്തിട്ട് പറഞ്ഞേക്കുക. അതായത് ഈ കസ്റ്റമർ എന്നുള്ളത് വെറും ഒരു ഉപഭോഗ വസ്തുവായിട്ട് മാറിയിട്ടുണ്ട്. ആളുകളെ കയ്യിൽ നിന്ന് പണം പിടിക്കാൻ വേണ്ടി മാത്രം. കസ്റ്റമറിൻ്റെ ആവശ്യങ്ങളോ അത്യാവശ്യങ്ങളോ ഒന്നും ഇവർ പരിഗണിക്കുന്നില്ല. കച്ചവടം മാത്രം അല്ലെങ്കിൽ ബിസിനസ് മാത്രം എന്നൊരു മൈൻഡിലേക്ക് ഇത്തരം സൂപ്പർ മാർക്കറ്റുകളും മറ്റു മാർക്കറ്റുകളൊക്കെ മാറിയിട്ടുണ്ട്.